യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നീ എന്താ മറുപടി ഒന്നും പറയാത്തത്? മാഡം പലപ്പോഴും എന്നോട് മാഡത്തെ അമ്മയെന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിളിക്കാൻ ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുമുണ്ട്. അമ്മയ്ക്ക് എന്നോട് എന്തും ആവശ്യപ്പെടാം, അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനുമാണ്. ആരുമില്ലാത്ത എനിക്ക് എല്ലാം ഇവിടെ നിന്ന് കിട്ടിയിട്ടേ ഉള്ളൂ. ഒരിക്കലും ചോദിക്കേണ്ടി പോലും വന്നിട്ടില്ല. ബോസിനും മാഡത്തിനും വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. ഈ തടിയും പ്രാണനും ഒക്കെ ഇവിടെ നിന്ന് ഉരുക്കൊണ്ടതാ. അത് ശ്വാസത്തിൽ പോലും മറക്കുന്നവനല്ല ഈ ഞാൻ. ദർശന പറഞ്ഞതനുസരിച്ച് ബോസിന്റെ മാല കട്ട കള്ളനായി ഞാൻ. ലോക്കറിൽ നിന്ന് ആ സ്വർണം പോലും എൻ്റെ ബാഗിലെടുത്ത് വെച്ചത് ദർശനയാണ്. ചെരുപ്പ് മാലയിട്ട് ശ്രേയയും വീണൊക്കെ എന്നെ നടതല്ലി ഇറക്കിയപ്പോൾ മാഡവും ബോസും ഒക്കെ അറിഞ്ഞുകൊണ്ടാണെന്ന് എൻ്റെ ഉപബോധ മനസ്സ് എന്നെ ശാസിക്കുന്നുണ്ടായിരുന്നു. എന്നാലും എൻ്റെ പിടിവിട്ടുപോയി. യഥാർത്ഥത്തിൽ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാണോ എന്നൊരു സംശയം. എല്ലാം നിന്നോട് ദർശന പറഞ്ഞതല്ലേ, പിന്നെന്തിനാ പേടിച്ചത്? അങ്ങനെ ആരെങ്കിലും പറഞ്ഞാലോ ശ്രമിച്ചാലോ, ഇനി അഥവാ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പോലും നിന്റെ ബോസ് അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതെനിക്കറിയാം. മാഡം എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യും, അനുസരിക്കും. പക്ഷേ മാഡത്തോട് കാണിച്ച ആ ചതി എനിക്ക് നേരെ കൈ ചൂണ്ടി നിൽക്കുമ്പോൾ ആ ചതിയെ പുറത്തിറക്കാൻ പോലീസിന് മുന്നിൽ ഞാൻ സറണ്ടർ ആവണമെന്ന്, പിടികൊടുക്കണമെന്ന്. മറ്റൊരാൾ ആ തെറ്റ് ഏറ്റെടുക്കുമ്പോൾ പവിത്രൻ സാറിന് പുറത്തിറങ്ങാം. എന്നോടത് പറയാനുള്ള അവകാശവും അധികാരവും മാഡത്തിനുണ്ട്. മറുത്ത് ഞാൻ പറയുകയില്ല. പക്ഷേ അയാളെക്കുറിച്ച് ഓർക്കുമ്പോൾ സ്വർണം കൊണ്ടുവച്ചത് മാത്രമല്ല, എത്രയോ കാലമായി എൻ്റെ ബോസിനെ കൊടുക്കാൻ ശില്പ എന്ന പെണ്ണിനെ ഇറക്കുമതി ചെയ്തതായാ പോലും അമ്മയറിയാതെ വീടുണ്ടാക്കി പാല് കാച്ചിയതും ഐസ് ഫാക്ടറി വാങ്ങിച്ചതും ഇതിനൊക്കെ അയാളെ കൂടെ നിൽക്കാൻ എന്നോട് പറഞ്ഞതാ. പവിത്രൻ സാറെന്ന് മാത്രം വിളിച്ചിരുന്ന ഈ ഞാൻ അയാളെന്നൊക്കെ പറയുമ്പോൾ മാഡത്തിന് ചിലപ്പോൾ ദേഷ്യം തോന്നാം. പക്ഷേ ഇനി അയാളെ സാറേ എന്ന് വിളിക്കാനും ബോസിന്റെ അമ്മാവനെന്ന് കണ്ട് ബഹുമാനിക്കാനും ഇല്ല, എന്നെക്കൊണ്ട് അതിന് കഴിയില്ല. മാഡത്തിന്റെ മനസ്സ് എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്നെ നീ അമ്മാന്ന് വിളിച്ചില്ലേ? ഒരു രക്തബന്ധവും ഇല്ലാത്ത നിന്നെ എനിക്കും മകനായിട്ട് കാണാൻ പറ്റും. അതുപോലെ എത്ര ദുഷ്ടനാണെന്ന് പറഞ്ഞാലും അവൻ എന്റെ സഹോദരനായി പോയില്ലേ? ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അവന് ശരിക്കും ഞാനൊരു ചേച്ചിയായിരുന്നില്ല, അമ്മ തന്നെയായിരുന്നു. വിശ്വേട്ടനും മരിക്കുന്നതുവരെ അവനെ മകനെ പോലെ തന്നെയാ കണ്ടത്. ദർശന ഒരിക്കൽ പറഞ്ഞു, അമ്മയ്ക്ക് പവിത്രൻ സാർ ഒരു വീക്ക്നെസ് ആണെന്ന്. അവള് പറഞ്ഞത് ശരിയല്ലേ? അവൻ എന്റെ ആ ദൗർബല്യത്തെ ചൂഷണം ചെയ്യുന്നു, അത് വിറ്റ് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നു. അറിയാം, എല്ലാം മനസ്സിലാക്കിയതുവാ. പക്ഷേ ഞാനത് ആരോടും പറഞ്ഞിരുന്നില്ല. വക്കീലിനും എനിക്ക് മാത്രമേ അറിയാവൂ. ഞാൻ അവനെ ഇഡിയുടെ കസ്റ്റഡിയിൽ പോയി കണ്ടിരുന്നു. ഷേവ് ചെയ്ത് പ്രേം നസീറിനെ പോലെ അണിഞ്ഞൊരുങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്ന അവനെ മുഷിഞ്ഞ വേഷത്തിൽ താടി രോമങ്ങൾ വളർന്ന് തളർന്ന കണ്ണുകളുമായി കണ്ടപ്പോ ഞാൻ അവൻ ചെയ്തതെല്ലാം മറന്നു. അവൻ വീണ്ടും എന്റെ കുഞ്ഞനുജനായി. എന്നെ കല്ലും മണ്ണും വാരിയെറിഞ്ഞ് എന്നെ തള്ളിയിട്ട് മുറിവുണ്ടാക്കിയിട്ടുണ്ട്. ഒടിഞ്ഞ കൈയും തൂക്കി ഞാൻ നടന്നിട്ടുണ്ട്.
ഒരിക്കൽ എന്തോ പിണക്കം മനസ്സിൽ വെച്ച് ആടുന്ന ഊഞ്ഞാലിൽ നിന്ന് എന്നെ ചവിട്ടി തള്ളിയിട്ടിട്ടുണ്ട്. ചെയ്തു കഴിഞ്ഞിട്ട് അന്ന് അവന്റെ കണ്ണിൽ കണ്ട അതേ തിളക്കം, കുറ്റബോധത്തിന്റെ ഒരു നിഴലാട്ടം. എന്റെ ചേച്ചി എന്നെ കൈവിട്ടോ എന്നൊരു ചോദ്യം അവന്റെ കണ്ണിൽ മിന്നി മറയുന്നത് ഞാൻ കണ്ടു. താക്കോലെ, നിന്നെ അവർക്ക് വിട്ടുകൊടുത്തിട്ട് ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ദർശനയോട് ഞാൻ വിവരങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കള്ളക്കടത്ത് സ്വർണം പവിത്രന്റെ കാറിന്റെ ഡിക്കിയിൽ വെച്ചപ്പോ നിന്നെ തനിച്ചാക്കി ദർശനയ്ക്ക് മാറി നിൽക്കാമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി സ്വർണം കാറിൽ വെക്കുന്ന CCTV ഫുട്ടേജ് അവരുടെ കയ്യിലുണ്ട്. ദർശനയും നിന്നെയും ബലി കൊടുത്തിട്ട് പവിത്രനെ രക്ഷപ്പെടുത്താനല്ല, തൽക്കാലം അവനെ പുറത്തിറക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ. എന്നോട് നിനക്ക് ദേഷ്യമൊന്നും തോന്നരുത്. എന്താ മേഡം ഇത്? എനിക്കെന്ത് ദേഷ്യം? കുറ്റമെല്ലാം ഞാൻ ഏറ്റെടുത്തോളാം. ദർശന ഒരിക്കലും സറണ്ടർ ആവരുത്. എന്റെ ബോസ് എന്നെ പോലെ അല്ല, കുഞ്ഞുങ്ങളുടെ മനസ്സാ. ബോസിനത് താങ്ങാൻ പറ്റില്ല. മാഡം വിഷമിക്കണ്ട, എല്ലാം ഞാൻ ഏറ്റോളാം. ഒന്ന് കണ്ണു തുറക്കും മോളെ. ശരീരത്തിന് നല്ല തണുപ്പുണ്ടാവും, ചൂട് പിടിപ്പിക്കേ. അമ്മേ, ചോട്ടുവിനെ കിട്ടിയമ്മേ. ആ, സത്യമായിട്ടും കിട്ടി. ആണോ? ഒരു ഐസ് ഫാക്ടറിയിൽ ഐസിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഐസ് ഫാക്ടറിയിലോ? റോസ്ലിയും ദർശനം ഞാനും കൂടി ഐസ് പൊട്ടിച്ച് അഞ്ജുവിനെ പുറത്തെടുത്തു. ഇപ്പൊ എങ്ങനെയുണ്ട്? ചോട്ടുവിന് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ലമ്മേ. ഞങ്ങള് ചോട്ടുവിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. മോനെ, ഏതായാലും ഹോസ്പിറ്റലിൽ ചെന്ന ഉടനെ എന്നെ വിളിക്കണം. ആ, ശരിയമ്മേ. ഇപ്പോഴാ മനസ്സിനൊരു സമാധാനമായത്. ആ ഫോൺ വന്നതിൽ പിന്നെ ഈ നിമിഷം വരെ ഞാൻ ഫോൺ താഴെ വെച്ചിട്ടില്ല. ഈ ഒരു വാർത്ത കേൾക്കാൻ ഞാൻ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യാന്നറിയൂ. മോനെ, ഹോസ്പിറ്റലിൽ ചെന്ന ഉടനെ അമ്മയെ വിളിക്കണം കേട്ടോ. ആ, ശരിയമ്മേ, ഞാൻ വിളിച്ചോളാം. എന്തായാലും കുഞ്ഞിനെ ജീവനോടെ കിട്ടിയല്ലോ, സമാധാനമായി. ശരി, ഞാൻ വെക്കട്ടെ. ചോട്ടു, ദർശനം, ചോട്ടു, വിഷ്ണു, ഒന്ന് വേഗം വിട്. ആ, ശരി. കുടിക്ക്. ശരിക്കും വെള്ളം കുടിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞത്. കുടിക്കമ്മേ, കുടിക്ക്. അതെ, കൂടുതൽ അവശതയും ബോധക്കേടൊന്നും കാണിക്കണ്ട. അത് കാണാൻ ഇവിടെ ആരുമില്ല. നോക്കണ്ട, അവിടെ ആരുമില്ല. എല്ലാരും അവരുടെ പാട്ടിന് പോയി. ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ അമ്മയ്ക്ക് കൂട്ടായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിലും എനിക്കറിയാം, എനിക്ക് കൂട്ടായിട്ട് നീ മാത്രമേ കാണുള്ളൂ എന്ന്. നിന്റെ അച്ഛൻ പോലും എന്നെ തള്ളി പറഞ്ഞില്ലേ? ഹോ, എന്തൊരു സ്നേഹം! ഞാനിപ്പോ മുറിച്ചപ്പോ ഓർത്തില്ലല്ലോ ഇങ്ങനൊരു മോളുണ്ടെന്ന്. അച്ഛൻ പോലും ഇല്ല. ആ വീട്ടിലുള്ളത് ഒരു ലോഡ് ശത്രുക്കളാ. എന്നെ അവർക്കിടയിലിട്ടിട്ട് രക്ഷപ്പെട്ടു പോകാനായിരുന്നില്ലേ പരിപാടി. ഞാനിപ്പോ അപ്പച്ചി പറഞ്ഞിട്ട് അമ്മയെ വിളിക്കാൻ അങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിലോ? ഡോക്ടർ പറഞ്ഞതേ ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ. വിഷ്ണു, വേഗം പോ വിഷ്ണു. ശരി മാഡം. മോളെ, മോളെ അഞ്ചു, മോളെ കണ്ണു.